ആരോഗ്യ ശുചിത്വ നെല്ലിക്കുഴി എന്ന ആശയവുമായി നെല്ലിക്കുഴി പഞ്ചായത്തിൽ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഭൂരഹിത ഭവനരഹിതർക്കായി ലൈഫ് മിഷൻ പദ്ധതിയിൽ 10,52,65,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. യുവജനക്ഷേമം, വനിതാ ശാക്തീകരണം, വയോജനക്ഷേമം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ പ്രാധാന്യമുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുഖ്യമായും മുന്നോട്ട് വയ്ക്കുന്നത് ആരോഗ്യ ശുചിത്വ നെല്ലിക്കുഴി എന്ന ആശയമാണ്. ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്ന പുതു ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ കൊട്ടാരം അവതരിപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതമായ ജനറൽ വിഭാഗത്തിൽ 4,50,05,000 രൂപയും SCP വിഭാഗത്തിൽ 63,20,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ടായി 3,54,65,000 രൂപയും റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡായി 2,20,97,000 രൂപയും നോൺ റോഡ് ഗ്രാൻഡായി 1,11,49,000 രൂപയും പ്രതീക്ഷിക്കുന്ന വിഹിതം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനത്തിൽ 7,17,23,860 രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നതിലേക്ക് 11,22,70,000 രൂപയും വിവിധ കേന്ദ്ര സംസ്ഥാന ജില്ലാ പഞ്ചായത്ത് വിഹിതം 8,10,00,000 രൂപയും പ്രതീക്ഷിക്കുന്നു. യോഗത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ സി ബജറ്റ് ആമുഖം അവതരിപ്പിച്ചു. ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം ശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയം പ്രചരിപ്പിച്ച് ഹരിത കർമ്മസേന പ്രവർത്തനം വിപുലപ്പെടുത്തും. ഭൂരഹിത ഭവനരഹിതർക്കായി ലൈഫ് മിഷൻ പദ്ധതിയിൽ 10,52,65,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2026-27 ബഡ്ജറ്റിന് ഞങ്ങൾ ഏറ്റവും ഊന്നൽ നൽകിയിട്ടുള്ളത് പാർപ്പിടം, കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്കാണ്. ശുചിത്വം ക്ലീൻ നെല്ലിക്കുഴി ആക്കാനുള്ള ക്യാമറകൾ സ്ഥാപിക്കാനും മറ്റെല്ലാ കാര്യത്തിനുമാണ് ഞങ്ങൾ ഊന്നൽ നൽകിയിട്ടുള്ളത്. വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ പാർപ്പിടം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. യുവജനക്ഷേമം, കലാകായിക മേഖല, വനിതാ ശാക്തീകരണം, വയോജനക്ഷേമം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് 4,61,61,433 രൂപയും സേവന മേഖലയ്ക്ക് 8,30,90,573 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 5,53,93,715 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. വനിതാ ഘടക പദ്ധതിക്കായി 42,32,400 രൂപയും കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ, ഭിന്നലിംഗക്കാർ എന്നിവരുടെ ക്ഷേമത്തിനായി 21,16,200 രൂപയും വയോജനക്ഷേമത്തിനായി 21,16,200 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആകെ 54,31,19,677 രൂപ വരവും 52,44,47,223 രൂപ ചെലവും 1,86,72,454 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണിത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്താർ വട്ടക്കുടി, സ്ഥിരം സമിതി അധ്യക്ഷർ, വിവിധ വാർഡ് മെമ്പർമാർ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.